നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള 2022 ജൂലൈ കേട്ടിട്ടുള്ള ഒരു വാക്കായിരുന്നു കുന്തവും കൊടച്ചക്രവും എന്നുള്ള വലിയൊരു വാക്ക്. അത് ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുക, അത് ഭാരതത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ അപഹസിക്കാമോ ആ രീതിയിലൊക്കെ ഒരു മന്ത്രി തന്നെ പറയുക എന്ന ആ ഞെട്ടിക്കുന്ന കാര്യം കഴിഞ്ഞതിന് ശേഷം 2 വർഷങ്ങൾക്കിപ്പുറം ഇതാ ഹൈക്കോടതി തന്നെ അതിൽ കൃത്യമായിട്ടും ഒരു ഉത്തരവ് അതല്ലെങ്കിൽ വലിയൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. കാരണം നമ്മൾക്കറിയാം, കോടതികളെ പോലും ഇന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ കോടതികൾ ആ രീതിയിലേക്ക് വരെ. കാരണം താഴെ കോടതി ഈ പറയുന്ന ഈ ചങ്ങാതിയെ വെറുതെ വിട്ടുകൊണ്ട്, അതല്ലെങ്കിൽ ഇയാൾ ഇത് ഭരണഘടനയെ പരിഹസിച്ചിട്ടില്ല എന്ന പുതിയൊരു കണ്ടെത്തലൊക്കെ കണ്ടെത്തിക്കൊണ്ട് ഇയാളെ വെറുതെ വിട്ടിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അത്തരത്തിൽ ഹൈക്കോടതിയിലെത്തിയ ഈ കേസിൽ കൃത്യമായിട്ടും സജി ചെറിയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടും പുനരന്വേഷണത്തിന് ഉത്തരവ് വന്നിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തിരിക്കുന്നത്. നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ജയസുരൻ സാർ, ചാനലിലേക്ക് സ്വാഗതം. സാർ, ഇതേ വിഷയം തന്നെ മറ്റു ചാനലുകളിൽ ചർച്ച കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു വേളയാണ്. എങ്ങനെയാണ് സാർ ഇതിന്റെ ആദ്യം തന്നെ പറയാനുള്ളത്? എങ്ങനെയാണ് ആദ്യത്തെ ഒരു വീക്ഷണം വരുന്നത്? വളരെ വ്യക്തമാണ്. മന്ത്രി സജി ചെറിയാൻ കുറഞ്ഞത് 3 വർഷം ജയിലിൽ കിടക്കും. അത്രയും ഗുരുതരമായ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ കീഴ്ക്കോടതി വെറുതെ വിട്ടുവെങ്കിലും ഹൈക്കോടതി കൃത്യമായി പിടിച്ചു എന്ന് മാത്രമല്ല, കൃത്യമായ തെളിവുകൾ കൈവശമുണ്ടായിരുന്നിട്ടും കേരള പോലീസ് എന്തുകൊണ്ട് അത് ചാർജ് ചെയ്തില്ല, കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയില്ല എന്ന അതിനിശിതമായ വിമർശനവും കൊണ്ടുവന്നു. അതായത് അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടുകയും രാഷ്ട്രീയ താല്പര്യം വെച്ച് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് ഉണ്ടാക്കുകയും മന്ത്രിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇത്ര രൂക്ഷമായ രീതിയിൽ ഹൈക്കോടതി ഒരു ഭരണകൂടത്തെയും വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൃത്യമായി ചോദിച്ചു. പാർട്ടി സമ്മേളനം നടക്കുന്ന ഹാളിനകത്തുള്ള പാർട്ടി സഖാക്കന്മാരായിട്ടുള്ള 39 പേരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മന്ത്രി തെറ്റൊന്നും പറഞ്ഞില്ല എന്ന് സഖാക്കന്മാര് പറഞ്ഞല്ലോ എന്ന രീതിയിലാണ് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്, പോലീസ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഹാളിന് പുറത്തുള്ള ഒരാളിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് വാർത്താ പ്രക്ഷേപണം ചെയ്ത ചാനലുകളുടെ ഒരു ചാനൽ സംപ്രേഷണവും അതിന്റെ ക്ലിപ്പിങ്ങുകളോ എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഫോറൻസിക് എവിഡൻസോട് കൂടിയ ഒരു പെൻഡ്രൈവോ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പിങ്ങോ പോലും പരിശോധിച്ചിട്ടില്ല. എന്തൊക്കെയാണോ പോലീസ് ചെയ്യേണ്ടിയിരുന്നത്, ഏതൊക്കെ തെളിവുകളാണോ കോടതിയിൽ ഹാജരാക്കേണ്ടത്, അതൊന്നും ഹാജരാക്കാതെ ഹാളിനകത്ത് അച്ചടക്കത്തോടെ പരിപാടിയിൽ പങ്കെടുത്ത 39 സഖാക്കന്മാരുടെ മൊഴിയെടുത്തിട്ട് അവര് പറഞ്ഞു മന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, മന്ത്രി ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. ഇത് നേരെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയും കേസ് റെഫർ ചെയ്ത് കളയാൻ തിടുക്കം കൂട്ടുകയും ചെയ്ത പോലീസ് സംവിധാനത്തെ നിശിതമായിട്ടാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ പരോക്ഷമായി കീഴ്ക്കോടതി ഇതിൽ കാണിച്ച അലംഭാവത്തെയും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ക്രെഡിബിലിറ്റിയുള്ള, ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പരം തുറന്നു പറയാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് വൽക്കരിച്ച പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കോടതി ഭാഷ ഇന്റഗ്രിറ്റി എന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യം അതാണ്. ആ രീതിയിൽ ഒരു ഭരണകൂടവും ഇന്ന് വരെ ഇന്ത്യയിൽ വഴി കേട്ടിട്ടുണ്ടാവില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ കോടതിയുടേതായ രീതിയിൽ പച്ച തെറി വിളിക്കുക ചെയ്തത് ഭരണകൂടത്തെ എന്നാണ് പറയേണ്ടത്. പക്ഷെ കോടതിക്ക് അത് പാടില്ലാത്തതുകൊണ്ട് കോടതിയുടെ ഭാഷയെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോടതി പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞുവെങ്കിൽ പോലും ഇന്നേ ദിവസം പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാർട്ടിയോ സർക്കാരോ രാജിവെക്കാൻ മന്ത്രിയോട് ആവശ്യപ്പെടില്ല, അതിന്റെ ആവശ്യമില്ല. മന്ത്രി പറഞ്ഞത് നിയമപരമായ കാര്യങ്ങൾ നേരിടുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഇതേ മന്ത്രി കീഴ്ക്കോടതിയിലെ പരാമർശമുണ്ടായപ്പോൾ രാജിവെക്കുകയും പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് ശരിയായിരിക്കില്ലല്ലോ, അതുകൊണ്ട് ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. ഇത്തവണ ധാർമ്മികതയില്ല, ഇത്തവണ ധാർമ്മികത ഏറ്റെടുക്കുന്നില്ല.
കാരണം അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്തവണ മന്ത്രി ഈ തീരുമാനമെടുക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് പാർട്ടിയുടെ നയപരിപാടികൾ നടപ്പാക്കേണ്ടത്, അതിനുവേണ്ടി അവരെ ചർച്ച ചെയ്ത് ഒരു രേഖയുണ്ടാകും. ആ രേഖയുടെ പേരാണ് പാർട്ടി പരിപാടി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ത്യയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് പാർട്ടി പരിപാടി എന്ന് പറയുന്ന അവരുടെ രേഖയിൽ പേജ് നമ്പർ 39 വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭരണഘടനയും ജനാധിപത്യവും എന്ന ഹെഡിങ്ങിൽ ഭരണഘടനയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പാർട്ടി പരിപാടി ഞാനൊന്ന് ചുരുക്കി വായിക്കാം. അപ്പോൾ ഇത് വ്യക്തമാവും. മുതലാളിത്ത വികസന പാത പിന്തുടരുന്നതിനായി വിദേശ മൂലധനവുമായി കൂടുതൽ സഹകരിക്കുന്നതും വൻകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്നതുമായ ബൂർഷ്വാ ഭൂപ്രഭു വർഗഭരണത്തിന്റെ ഉപകരണമാണ് ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടന. പേജ് നമ്പർ 39 പാർട്ടി പരിപാടി വളരെ വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കേവലം ഒരു ബൂർഷ്വാ ഭൂപ്രഭു വർഗഭരണത്തിന്റെ ഉപകരണം എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് അടിസ്ഥാനമാക്കിയാണ്. എന്തൊക്കെയാ സജി ചെറിയാൻ പ്രസംഗത്തിൽ പറഞ്ഞത്? ഈ ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ്. ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തത് ഇന്ത്യക്കാരൻ അവന്റെ കൈപ്പടയിൽ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുതി വെച്ചത് പിന്നീട് തിരുത്തുമ്പോൾ ജനാധിപത്യം, മതേതരത്വം, പിന്നെ കുറെ കുന്തവും കുടച്ചക്രവും എല്ലാം കൂടെ കയറ്റി എഴുതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ഈ ഭരണഘടന കൊണ്ട് ചെയ്യുന്നത്. ഇതാണ് സജി ചെറിയാന്റെ പ്രസംഗം. നമ്മളെല്ലാം കേട്ടതാണ്, എല്ലാ മലയാളിക്കും അറിയാവുന്നതാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 2003 ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ അവഹേളിക്കുക എന്ന് പറയുന്നത് തിരുത്തിയിട്ടുണ്ട്. അതായത് പണ്ട് ഭരണഘടനയെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടന കത്തിക്കുക, ഭരണഘടന ചവിട്ടുക, ഭരണഘടനയിൽ ചെളി പുരട്ടുക, വലിച്ചു കീറുക, ഇതൊക്കെയായിരുന്നു ഭരണഘടനയെ അവഹേളിക്കുക എന്നാണ്. പക്ഷേ ഭരണഘടനയെ അല്ലാതെയും അവഹേളിക്കാം എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഭരണഘടനയെ തിരുത്തിയിട്ട് പറഞ്ഞു, ഭരണഘടനയ്ക്കെതിരായി സംസാരിക്കുക, ഭരണഘടനയെ ആക്ഷേപിക്കുക, ഭരണഘടനയെ കുറ്റപ്പെടുത്തുക, അതിന് മാന്യത നഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുക, അതെല്ലാം ഭരണഘടനയോടുള്ള കുറ്റകൃത്യമായി വരും. അതിന് 3 വർഷത്തെ കഠിന തടവ് ശിക്ഷയായിട്ട് വിധിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്ന കാര്യം ഇന്ത്യൻ ഭരണഘടനയെ അങ്ങേയറ്റം നിരാകരിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും അതുപോലെ തന്നെ കളിയാക്കിക്കൊണ്ടും ഉള്ള വാക്കുകളാണ്. അതുകൊണ്ടാണല്ലോ കുന്തം കുടച്ചക്രം എന്നൊക്കെ ഭരണഘടനയെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഭരണഘടന കൊള്ളയടിക്കുകയാണെന്ന് പറയാൻ കാരണം ഇത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ എതിർക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ദേശീയ പതാക ഉയർത്തിയപ്പോൾ കരിങ്കൊടി ഉയർത്തി. മാത്രമല്ല ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുകയാണ്. താഴെ ബ്രാഞ്ച് ഏരിയ മുതൽ ഇങ്ങനെ ലോക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ ജില്ലാ തലത്തിലേക്ക് വരാൻ പോവാം. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സഹാക്കന്മാരൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എവിടെയെങ്കിലും ദേശീയ ഗാനം പാടുന്നുണ്ടോ? BJP അടക്കമുള്ള ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട പാർട്ടികളും അവരുടെ സുപ്രധാനമായ പരിപാടികൾ നടക്കുമ്പോൾ അവിടെയെല്ലാം ദേശീയ ഗാനത്തോടുകൂടി ആരംഭിക്കുകയോ അവസാനിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ദേശീയ ഗാനം പാടില്ല. കാരണം അവർ ദേശീയതയ്ക്കെതിരാണ്. അവർ പറയുന്നു ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് ആന്തം, അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് ഗീതമാണ് ആലപിക്കേണ്ടത്. ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളുകയല്ലാത്ത ഒരു സാധനം എഴുതി വെച്ച് ആലപിക്കാറുമുണ്ട്. സഖാക്കന്മാരൊക്കെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ചുമ്മാ നിന്നേച്ച് പോരും. ആരാണ്ടൊരു പാട്ട് പാടിയെന്ന് മാത്രം മനസ്സിലാവും. സംഗതി ഇതാണ്, ദേശീയതയെ അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് ഗീതം പാടുകയാണ്. അപ്പോൾ അതാണ് അവരുടെ നയം.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ മന്ത്രി അല്ലെങ്കിൽ സഖാവ് എന്ന നിലയിൽ സജി ചെറിയാൻ പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തത്. അയാൾക്ക് ഒരു കുറ്റബോധവും വേണ്ട. അയാൾ ചെയ്തത് ശരിയാണ് എന്നുള്ള മട്ടിൽ പാർട്ടി അയാൾക്ക് പിന്തുണ കൊടുക്കുന്നു, രാജിവെക്കണ്ട എന്ന് പറയുന്നു, നിയമപരമായ നടപടിക്ക് പോകാമെന്ന് പറയുന്നു. കാരണം ഖജനാവിലെ കോടികൾ അതിനുവേണ്ടി കൊള്ളയടിക്കാമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നീക്കം അതായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസം കേരളത്തിൽ കാണാൻ പോകുന്നത്. ഏതായാലും ഇത് വലിയ ബഹുജന പ്രക്ഷോഭത്തെ വിളിച്ചു വരുത്തുന്ന പരിപാടിയാണ്. അപ്പൊ ഒരു വശത്ത് ബഹുജന പ്രക്ഷോഭം മന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമെതിരെ ആഞ്ഞടിക്കുമ്പോൾ, മറുവശത്ത് ഖജനാവിലെ കോടികൾ വീണ്ടും കൊള്ളയടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തി എന്നുള്ളതിന്റെ പേരിൽ, വക്കീലിന് കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ CPM കൊള്ളയടിക്കാൻ പോകുന്നതുമായ ഒരു ഖജനാവ് കൊള്ള കൂടി തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. പിന്നെ കോടതിക്കെതിരെ ബൂർഷ്വാ കോടതിയാണ്, മുതലാളിത്ത കോടതിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരന്റെ വാചാടോപം നമ്മൾ കേൾക്കാൻ പോവാണ്. ഇനിയിപ്പോൾ സെമിനാറുകൾ, പത്രസമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ലേഖന പരമ്പരകൾ, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ നാടിന്റെ ഭരണഘടനയെയും സംസ്കാരത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് എപ്രകാരമാണോ കിരാതമായ ഭരണം അവർ നടത്തിയത്, അതേ കിരാതമായ ഭരണം കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും പാർട്ടി കേഡറിനെയും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, എച്ചിൽ പട്ടികളായി നിൽക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ UDFന്റെ പ്രതിപക്ഷത്തെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എച്ചിലൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് നിർബാധം ഈ സജി ചെറിയാനെ തോളിൽ വെച്ച് പിണറായി മന്ത്രിസഭ മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, LDFും UDFും ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് എങ്കിൽ പോലും BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ പരസ്യമായ പ്രക്ഷോഭത്തിനോട് രംഗത്ത് വരികയാണ്. കഴിഞ്ഞ തവണ പരസ്യമായ പ്രക്ഷോഭം നടത്തിയതും സജി ചെറിയാനെ രാജിവെപ്പിച്ചതും BJP-യാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ഒരു സമരം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. സർ, നമ്മൾക്കറിയാം ഇപ്പോ ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർക്ക്, പരിക്ക് പറ്റിയ പട്ടാളക്കാർക്ക് രക്തം കൊടുത്തു എന്നതിന്റെ പേരിൽ പോലും VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, മുതിർന്ന കാരണവർ, അദ്ദേഹത്തിനെതിരെ പോലും നടപടിയെടുത്തൊരു പാർട്ടിയാണ് എന്ന് നമ്മളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതിനെ കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ? മാത്രമല്ല, ഇവർ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി, നമ്മൾക്കറിയാം താൽക്കാലികമായിട്ട് ഇദ്ദേഹം രാജിവെച്ച സമയത്ത് ആ വകുപ്പ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയായിരുന്നു. ആ വകുപ്പ് ആർക്കും കൊടുത്തില്ല. അപ്പൊ ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ 6 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കുറ്റവിമുക്തനായി, അതല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് നേടും എന്നുള്ളത്, നേടിക്കഴിഞ്ഞാൽ വീണ്ടും ഇയാളെ മന്ത്രിയാക്കാൻ വേണ്ടി തന്നെ ആയിരുന്നില്ല ആ ഒരു മുഖ്യമന്ത്രിയുടെ ആ ഒരു തയ്യാറെടുപ്പ് എന്ന് കൂടി കൂട്ടി വായിക്കേണ്ടതല്ല. ഈ രണ്ട് വിഷയങ്ങൾ കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാർ? അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചൈനക്കാരുടേതും ഇന്ത്യക്കാരുടേതും എന്ന് പറയുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധം എന്നാണ് സഖാവ് EMS നമ്പൂതിരിപ്പാട് ഇന്ത്യ ചൈന യുദ്ധത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, അച്യുതാനന്ദനെ ശാസിക്കുന്നതോടൊപ്പം ഈ ചൈനയെ സഹായിക്കാൻ വേണ്ടി ചൈനയുടെ ഭാഗത്തു കൂടി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സഖാക്കന്മാർ ചൈനയുടെ അതിർത്തി കിടന്ന് അങ്ങോട്ട് പോകാനുള്ള സാഹസം പോലും കാണിച്ചു. അപ്പൊ ചൈനയുടെ ഭാഗത്തുനിന്ന് അവിടെയുള്ളവര് ഇവൻ ഇന്ത്യക്കാരനാണെന്ന് കണ്ടപ്പോഴേ തോക്ക് ചൂണ്ടിയത് കൊണ്ട് പിന്നെ തിരിച്ചു പോന്നു എന്ന് മാത്രം, ജീവനിൽ പേടിയുള്ളതുകൊണ്ട്. ഇതൊക്കെ നടന്ന കാര്യമാണ് ഇവിടെ. മാത്രമല്ല, നമ്മുടെയൊക്കെ തിരുവനന്തപുരം ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രേരണ കൊണ്ട് ചില ആൾക്കാർ ചൈന ഭാഷ പഠിക്കാൻ പോയ ഒരു ചരിത്രവും കൂടിയുണ്ട്. ഇന്ത്യ ചൈന യുദ്ധം ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് ചൈനീസ് ഭാഷ പഠിപ്പിക്കുന്ന ട്യൂഷൻ ക്ലാസ് നടത്തുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്താ കാര്യം എന്നറിയാവും? അവർ പറഞ്ഞു, ഇന്ത്യയുടെ കയ്യിൽ ഇത്ര തോക്കുണ്ട്, ചൈനയുടെ കയ്യിൽ ഇത്ര തോക്കുണ്ട്, ഇന്ത്യയുടെ കയ്യിൽ ഇത്ര പാറ്റൻ ടാങ്ക് ഉണ്ട്, ചൈനയുടെ കയ്യിൽ ഇത്രയുണ്ട്, ഇതിന്റെ എണ്ണം എല്ലാം എടുത്തിട്ട് പറഞ്ഞു എന്തായാലും ഇന്ത്യ തോറ്റു പോകും. അങ്ങനെ തോറ്റു പോകുമ്പോൾ ചൈന ഇന്ത്യ പിടിച്ചടക്കും. അങ്ങനെ പിടിച്ചടക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണം ചൈനയ്ക്ക് നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലും ചൈനീസ് ഭാഷ അറിയാവുന്നവരൊക്കെ സർക്കാർ ജോലി കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം സർക്കാർ ജോലിക്ക് വേണ്ടി ചൈനീസ് ഭാഷ പഠിക്കാൻ ഇപ്പോൾ PSCയുടെ കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ചൈനീസ് ഭാഷ പഠിപ്പിച്ച ചരിത്രമുണ്ട്. ഇതാണ് ഇവരുടെ കൂറ്. അപ്പോൾ ഈ ഒരു നിലപാടാണ് അന്ന് അവർ സ്വീകരിച്ചതെങ്കിൽ ഇന്ന് സ്വീകരിക്കുന്ന ആ നിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകൾ, അത് ഉയർത്തിപ്പിടിക്കാൻ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണകൂടവും അവരുടെ പോലീസിനെ ഉപയോഗിക്കുന്നു, ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിക്കുന്നു, താഴെ തട്ടിൽ അവർക്ക് സ്വാധീനമുള്ള ജുഡീഷ്യറിയുടെ എല്ലാ മേഖലകളെയും ഉപയോഗിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ മുതൽ കണ്ടോളൂ, സാഹിത്യ സാംസ്കാരിക നായകന്മാര്, ഇടതുപക്ഷത്തിന്റെ എച്ചിൽ തിന്നുന്ന കുറെ നായകള് എല്ലാം കൂടെ ഇറങ്ങിയിട്ട് സജി ചെറിയാൻ പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും.
ട്രേഡ് യൂണിയൻ പിന്തുണ കൊടുക്കുന്നു, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ, കവികൾ, ഇവര് ഇടതുപക്ഷത്തിന്റെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആൾക്കാര്, SFI, DYFI മുതലുള്ള വനിതാ സംഘം അടക്കമുള്ള ആൾക്കാര്, ഇവരെല്ലാം തെരുവിലിറക്കിക്കൊണ്ട് ഈ ബൂർഷ്വാ ഭരണകൂടത്തിന്റെ ബൂർഷ്വാ കോടതി അല്ലെങ്കിൽ ഹിന്ദു വർഗീയ കോടതി അവര് ചെയ്ത കാര്യങ്ങൾക്കെതിരെ ഇതാ ഞങ്ങൾ ആഞ്ഞടിക്കാൻ പോകുന്നു, ജനകീയ പ്രതിരോധം സൃഷ്ടിക്കാൻ പോകുന്നു. ഇതൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്ന കാഴ്ചകൾ. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഉള്ള കുരുക്കിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി ഇതുപോലെ കളിച്ച് അവസാനം കളത്തിന് പുറത്താകുന്നത് പോലെ ഇവിടെ സുപ്രീം കോടതിയിൽ പോയി ഹൈക്കോടതിക്കെതിരെ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയതുപോലെ ആയിരിക്കില്ല സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന അടി. രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയും, ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയാൻ ഗവർണറോട് പറയും. സുപ്രീം കോടതി അത്രയും കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എവിഡൻസ് വളരെ ക്ലിയറാണ്. ഇവിടെ കൃത്യമായ തെളിയിക്കപ്പെടാൻ കഴിയുന്ന എവിഡൻസ് ഉണ്ട്. അതിൽ ഇത്തവണ ഒരു മണ്ടത്തരം കൂടെ കാണിച്ചിരിക്കുന്നത്, ഈ സജി ചെറിയാൻ ഇന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ നിയമപരമായി നേരിടും, സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹൈക്കോടതി പറഞ്ഞത് തെറ്റായതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പോകുന്നത്. അപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്താണെന്ന് സുപ്രീം കോടതി നോക്കില്ലേ? അപ്പൊ സുപ്രീം കോടതി നോക്കുമ്പോൾ തന്നെ നമ്പറിട്ട് വളരെ വ്യക്തവും വിശദവുമായി തലനാരിഴ കീറി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസോട് കൂടിയാണ് ഹൈക്കോടതി കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി കാണിച്ച മര്യാദയൊന്നും സുപ്രീം കോടതി കാണിക്കില്ല. സുപ്രീം കോടതി അടിച്ചിരുത്തിയുള്ള വിധിയോട് കൂടി ആയിരിക്കും തിരിച്ചടിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ ഈ മന്ത്രി ജയിലിനകത്ത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഇത് സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രതിക്കൂട്ടിലാകുന്ന മറ്റൊരാളുണ്ട്, മുഖ്യമന്ത്രി. എന്താ കാരണം? ഇത്രമാത്രം ഗുരുതരമായ തെറ്റ് ചെയ്ത ഒരാളെ സ്വന്തം അന്വേഷണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരമപരിശുദ്ധനായിട്ട് കോടതിയിൽ ക്ലീൻ ചിറ്റ് പ്രദർശിപ്പിച്ച ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത്. അവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ മന്ത്രിയായ പിണറായി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുക എന്നുള്ള ധാർമ്മികതയിലേക്ക് വരേണ്ടി വരും. ഒരുപക്ഷെ സുപ്രീം കോടതി അത് പറഞ്ഞുകൂടായികയുമില്ല. ഹൈക്കോടതി അത് പറഞ്ഞില്ല, പൊതിഞ്ഞു പറഞ്ഞു. പോലീസ് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതിക്ക് പറയാൻ പോകുന്നത് പോലീസ് മന്ത്രി ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് പോലീസ് മന്ത്രി തുല്യ ഉത്തരവാദിയാണെന്നും കൂടെ പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ മന്ത്രിസഭയുടെ രാജിയായിരിക്കും സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധിന്യായത്തിൽ ഉണ്ടാവേണ്ട നിർദ്ദേശം. അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന അനുഭവമായിരിക്കും പിണറായി വിജയനും മന്ത്രിസഭയ്ക്കും വരാൻ പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിൽ ഉറച്ചു നിൽക്കും, ഞങ്ങൾ രാജിവെക്കില്ല, വേണമെങ്കിൽ പുറത്താക്കിക്കോട്ടെ എന്നൊക്കെയുള്ള ധിക്കാരപരമായ നിലപാട്, അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ആ നിലപാട് ജനകീയ ജനാധിപത്യത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ തെല്ലും അംഗീകരിക്കാത്ത, ധാർമ്മികതയെ അംഗീകരിക്കാത്ത, കോടതിയെ ബൂർഷ്വാ കോടതി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ധാർമ്മികത ബൂർഷ്വാ സങ്കല്പമാണ് എന്ന് പറഞ്ഞു പരത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ അന്ത്യനാളുകളിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് വാകീറി നിലവിളിക്കുന്നവരാണല്ലോ ഇവര് മറ്റുള്ളവരുടെ പേരിൽ. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വന്തം മന്ത്രി ഭരണഘടനയെ ഇത്രമാത്രം ചവിട്ടിക്കൂട്ടുമ്പോൾ, ഇത്ര നീചമായി കടന്നാക്രമിക്കുമ്പോൾ ആ സ്വന്തം മന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്കെതിരായിട്ട് നിൽക്കുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്. അപ്പോൾ ഭരണഘടന അടിസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരണഘടന എന്ന നെടുമ്പാറയിൽ തട്ടി തകരുന്ന കപ്പലാകാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. സർ, നമ്മൾക്കറിയാം സത്യം വിളിച്ചു പറയുന്നവരെയൊക്കെ ഇവിടെ സംഘി അതല്ലെങ്കിൽ വ്യത്യസ്ത പേരുകളിൽ അടിച്ചമർത്തിക്കൊണ്ട് ചവിട്ടി തേക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളത്. അത് ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് വഖഫ് വിഷയത്തിലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഏഷ്യാനെറ്റിലെ അഭിലാഷ് എന്ന് പറയുന്ന ആ ഒരു അവതാരകനെ പോലും അങ്ങനെ മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാ. മാത്രമല്ല ഇവിടെ മോദി വിരുദ്ധത അല്ലെങ്കിൽ RSS വിരുദ്ധത, BJP വിരുദ്ധത ഇത് കാണിക്കാൻ വേണ്ടി ഇവർ ഭരണഘടനയെ പോലും തള്ളി പറഞ്ഞുകൊണ്ട്, സത്യത്തിൽ സജി ചെറിയാൻ മോദി വിരുദ്ധത മൂത്തുകൊണ്ട് RSS വിരുദ്ധത മൂത്തുകൊണ്ട് സംസാരിച്ച് കാട്
കയറിയ സമയത്ത് ഇത്തരത്തിൽ അപമാനിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്നതാണ്. എത്ര നാൾ ഇവർക്ക് ഈ വിരുദ്ധത വെച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് പോകാൻ പറ്റും സർ? കാരണം സത്യം ആര് പറഞ്ഞാലും അവർ സംഘിയാക്കി മാറ്റുന്നു, അതല്ലെങ്കിൽ സത്യം ആര് എന്ത് വിളിച്ചു പറഞ്ഞാലും എഴുതിയാലും അവരെ തുറങ്കിലടക്കാൻ വേണ്ടി നോക്കുന്നു, സംഘി പട്ടം കൊടുത്തുകൊണ്ട് മോദി വിരുദ്ധത മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുക. എങ്ങനെയാണ് സർ, എത്ര നാൾ ഇവർ ഇങ്ങനെ മുന്നോട്ട് പോകും? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അതായത് എന്ത് തെറ്റ് ചെയ്തിട്ടും, എന്ത് നീചമായ പ്രവൃത്തി ചെയ്തിട്ടും, എന്ത് കള്ളം പറഞ്ഞിട്ടും ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് മോദിയെ എതിർക്കാനാണ്, RSS അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ RSS വരും. ഇവിടെ ജനങ്ങൾ തിരിച്ചറിയാൻ പോവാണ് RSS വന്നിടത്ത് എന്താ പ്രശ്നം. ഇന്ത്യയിലെ ഭൂരിപക്ഷം, അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള, അതായത് ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും 10-15 വർഷമായി BJP ഭരിക്കുന്നു. അവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുപോലെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJP താമര ചിഹ്നത്തിൽ ജയിക്കുന്നു. അവിടെ ന്യൂനപക്ഷമായ മുസ്ലിമിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ബാബറി മസ്ജിദിന്റെ പേരിൽ ബഹളമുണ്ടാക്കി, പക്ഷേ ഇന്നിപ്പോൾ രാമക്ഷേത്രം ഉയർന്നു. മുസ്ലിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. കാശ്മീരിൽ മുസ്ലിങ്ങൾ കത്തിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ കത്തിക്കുകയല്ല, അവര് ജീവിതം കത്തിച്ചു വിട്ട വാണം പോലെ മുകളിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരു ജനത കേരളത്തിലുണ്ട്. കേരളത്തിലെ ഈ ജനതയുടെ സാമാന്യ ബോധത്തെ, കോമൺ സെൻസിനെ പരീക്ഷിക്കുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ, അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുക്കുകയും അതിനെ ഹൈക്കോടതി വിമർശിക്കുകയും അതിനെതിരായി വിധി എഴുതുകയും ചെയ്യുമ്പോൾ ആ ഹൈക്കോടതി പറഞ്ഞ വസ്തുതകൾക്കെതിരെ നിലകൊള്ളാനാണ് CPM ഉദ്ദേശിക്കുന്നത് എങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരൊറ്റയാളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുകയില്ല. പാർട്ടിക്കകത്തുനിന്ന് തന്നെ വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവും. കാരണം ഈ രാജ്യമാണ് പ്രധാനമെന്നും ഈ രാജ്യം ഇവിടെ ഉണ്ടെങ്കിലേ നമ്മളിവിടെ നിലനിൽക്കൂ എന്നും സാമാന്യബോധമുള്ള ആർക്കും അറിയാം. പക്ഷേ ഈ രാജ്യം ഇവിടെ വേണ്ട എന്നും ഇവിടെ ജനങ്ങൾ നിലനിൽക്കണമെന്നും ഒരു നിർബന്ധവുമില്ല എന്നും ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ, അവന്റെ ചരിത്രം അതാണ്. 56 രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ കിട്ടിയിട്ട് ഇന്ന് 4 രാജ്യങ്ങളെ ബാക്കിയുള്ളൂ. 52 രാജ്യങ്ങളും പോയി. ആ കമ്മ്യൂണിസം നശിച്ച രാജ്യങ്ങളിലേക്ക് നോക്കൂ. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളായിട്ട്, തകർന്ന് നാമാവിശേഷമായ രാജ്യങ്ങളായിട്ട് അവ മാറി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് റഷ്യ. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ ഓർത്ത് 24 മണിക്കൂറിനകം ഉക്രൈൻ തീർന്നു പോകും. ഇപ്പൊ എത്ര നാളായി? ആരാ തീർന്നുകൊണ്ടിരിക്കുന്നത്? റഷ്യയാണ് തീരുന്നത്. ഉക്രൈൻ ഇപ്പോഴും ശക്തമാണ് എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന പഴയ പേരിൽ അറിയപ്പെട്ട, ഇന്ന് റഷ്യ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവശിഷ്ടത്തിന് നിസാര രാജ്യമായ, ചെറു രാജ്യമായ ഉക്രൈനോട് പോലും യുദ്ധം ചെയ്തിട്ട് ജയിക്കാൻ കഴിയുന്നില്ല. അവർ സാമ്പത്തികമായി തകർന്നു, സൈനികമായി തകർന്നു, ഭരണപരമായിട്ടും തകർന്നു. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസത്തിന്റെ ബാക്കി പത്രം. ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ നമ്മൾക്ക് വരയണമോ എന്ന് കേരളത്തിലെ സഖാക്കന്മാരടക്കമുള്ള ആൾക്കാർ ചിന്തിക്കും. ഇന്ന് കേരളത്തിലെ സഖാക്കന്മാര് ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതോടുകൂടി തന്നെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും സജി ചെറിയാനെ പോലെയുള്ളവരുടെ രാജ്യവിരുദ്ധ നിലപാടുകൾക്കെതിരായി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, വഖഫ് മറുവശത്ത് കത്തുമ്പോൾ, സഖാക്കന്മാരടക്കമുള്ള ഹിന്ദുക്കളുടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും ഇതിനൊക്കെ കുടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്ത്യം കൊതിക്കുന്നവരായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അകത്ത് നിൽക്കുന്നതും പുറത്തു നിൽക്കുന്ന അനുഭാവികളിൽ മഹാഭൂരിപക്ഷം പേരും. ചുരുക്കി പറഞ്ഞാൽ, സജി ചെറിയാനെ സംരക്ഷിക്കാൻ വേണ്ടി CPM എന്ന് പറയുന്ന പാർട്ടിയും ഭരണകൂടവും എടുക്കുന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും മന്ത്രിസഭയെയും സർവനാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. സർ, നമുക്കറിയാം ഭരണഘടനയെയും നമ്മുടെ രാജ്യത്തെയും, നമ്മളൊക്കെ പെറ്റമ്മയേക്കാൾ, അതല്ലെങ്കിൽ നമ്മുടെ ഭാരതാംബ എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മുടെ ഭാരതത്തെ കാണുന്നത്. ഒരു അമ്മയെ പോലെ തന്നെ കാണുന്നു. അത്തരത്തിൽ കാണാത്ത ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാർക്ക് പുറമെ. നമുക്കറിയാം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് നമ്മൾ ലഘൂകരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇസ്ലാമിക ഭീകരർ എന്ന് മറ്റൊരു ഭാഷയിലും പറയാം. ഇത്തരത്തിൽ ഇവരെ സുഖിപ്പിക്കാൻ വേണ്ടി കൂടി ആവാമല്ലോ ഇദ്ദേഹത്തിന്റെയും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇപ്പോഴത്തെ മത്സരം കാണുമ്പോൾ നമുക്ക് പറയാനാവുക. ഈ ഒരു മത്സരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തിനാണ് സർ ഇത്തരത്തിൽ ഈ ജിഹാദികളെ സുഖിപ്പിക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയമാണെങ്കിൽ നമുക്ക് അങ്ങനെ ആണെങ്കിൽ പോലും പറയാം. എന്നിരുന്നാലും ഈ സുഖിപ്പീര് തന്നെയല്ലേ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് കൂടി പറയാൻ പറ്റില്ലേ? അതായത് ജനാധിപത്യത്തെയും വോട്ടെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെയും
പാടെ തിരസ്കരിച്ച ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. പക്ഷെ ഭാരതത്തിൽ നിലനിൽക്കണമെങ്കിൽ അവർക്ക് MLA-മാര് വേണം, MP-മാര് വേണം. MP-മാരുടെ കാലം കഴിഞ്ഞു. ഇനി MLA-മാരെ വെച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ നിലനിർത്തണമെങ്കിൽ MLA-മാരുടെ എണ്ണം നിലനിൽക്കണം. പക്ഷേ MLA-മാർ ഹൈന്ദവ ക്രൈസ്തവ മേഖലകളിൽ കുറഞ്ഞു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാർ ഇപ്പോൾ കേരളത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത് ആ പ്രദേശങ്ങളിൽ മാത്രമാണ് CPIM-ന് MLA-മാരുള്ളത്. ഹിന്ദുക്കൾ മാത്രമുള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമുള്ള, അഥവാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെ ഒന്നിച്ച് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തും CPIM-ന് ഒരു MLA പോലും ഇല്ല. അപ്പോൾ CPIM-ന്റെ ഇന്നത്തെ MLA-മാരുടെ ബലം ഇതേപോലെ തന്നെ രാജ്യവിരുദ്ധ നിലപാടെടുത്തിരിക്കുന്ന മുസ്ലിങ്ങളുള്ള ബലമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയതയില്ല, മുസ്ലിങ്ങൾക്കും ദേശീയതയില്ല. മുസ്ലിങ്ങളുടെ ദേശീയത അന്താരാഷ്ട്ര ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരിക എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയത അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിൽ വരിക. ദേശീയതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അപ്പൊ ദേശീയതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന രണ്ട് ശക്തികൾ, കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും, അവര് തമ്മിലുള്ള സഖ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമാണ് ഇന്ന് CPM-ന്റെ സഖാക്കന്മാര് MLA ആയി MP ആയി ജയിച്ചു വരുന്നത്. ഇത് കേരളീയ സമൂഹത്തിൽ വളരെ വ്യക്തമായ വേർതിരിവുണ്ടാക്കും. അതുകൊണ്ട് ഒരു വശത്ത് ദേശവിരുദ്ധരായ, ദേശീയതയെ അംഗീകരിക്കാത്ത രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ, ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും, മറുവശത്ത് ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾക്കും വിരുദ്ധമായി നിൽക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ ജനാധിപത്യ കൂട്ടുകെട്ടും ഉരുത്തിരിയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, രണ്ടാം വിമോചന സമരത്തിലേക്കുള്ള വഴിതെളിക്കുകയാണ് ഇത്തരം മണ്ടൻ തീരുമാനങ്ങളിലൂടെ, രാജ്യവിരുദ്ധമായ നിലപാടിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ സാർ, നമ്മൾ വിട്ടുപോയിട്ടുള്ള വല്ല ഭാഗങ്ങളും? ഇവിടെ അടുത്ത ദിവസങ്ങളിൽ ഭരണഘടന എന്നുള്ളത് തിരിച്ചടിക്കാൻ പോവാണ്. ഇത്രയും കാലം ഭരണഘടനയെ കുറിച്ച് ആരാ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാര്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നത് എന്തിനാണ്? ഇതാ ഹിന്ദുത്വ ശക്തികൾ ഭരണഘടനയെ അട്ടിമറിക്കുന്നു. അട്ടിമറിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ബോധ്യമായില്ലേ മുനമ്പം വന്നപ്പോ, വഖഫ് വന്നപ്പോ. നേരത്തെ തന്നെ 1995-ലും 2013-ലും അടിയന്തരാവസ്ഥ കാലത്തും ഭരണഘടനയെ അട്ടിമറിച്ച് ഉണ്ടാക്കി വെച്ച തികച്ചും രാജ്യവിരുദ്ധമായ നിയമങ്ങളെയാണ് ഇന്ന് BJP ഭരണകൂടം തിരുത്താൻ പോകുന്നത്, ഭരണഘടന തിരുത്താൻ പോകുന്നത്. അപ്പോൾ ആ ഭരണഘടന തിരുത്താൻ പാടില്ല എന്നും അടിയന്തരാവസ്ഥ കാലത്ത് നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ തിരുത്തലുകളും 2013-ലും 1995-ലും തിരുത്തൽ വരുത്തി അടിച്ചു കയറ്റിയ ഇസ്ലാമിക നിയമങ്ങളും, അതായത് അവരുടെ ശരീഅത്ത് നിയമങ്ങളും, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ അധികാരം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒരു വശത്ത്, മറുവശത്ത് ബാക്കി ജനാധിപത്യ മതേതര വിശ്വാസികളും ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, അതായത് കോൺഗ്രസ്സുകാരും CPM-ഉം ഇന്ന് മുസ്ലിമിന്റെ കൂടെ കൂടുമ്പോൾ കോൺഗ്രസും CPM-ഉം അതിനകത്തുള്ള ദേശീയ ചിന്താഗതികളുള്ളവർ കമ്മ്യൂണിസത്തിൽ നിന്ന് പുറത്തു വരും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരും. അവരും ഇവിടുത്തെ ദേശീയ ജനാധിപത്യ സഖ്യവും നേതൃത്വം നൽകുന്ന BJP-യും കൂടി ഭരണഘടനയുടെ യഥാർത്ഥ സത്ത തിരിച്ചു കൊണ്ടുവരും. അതിനാവശ്യമായ തിരുത്തലുകൾ ഭരണഘടനയിൽ ഉണ്ടാവും. ഭരണഘടനയിൽ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വരുത്തിയ, അതിൽ കുത്തിച്ചെലുത്തിയ മാലിന്യങ്ങൾ മുഴുവൻ കഴുകിക്കളയുന്ന ദൗത്യമാണ് ഇന്ന് BJP ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ നിലപാടെടുക്കുന്ന ഇടത് വലത് മുന്നണികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ദേശീയതയിൽ ആഗ്രഹിക്കുന്ന, അഭിമാനിക്കുന്ന, അഭിരമിക്കുന്ന മുഴുവൻ നല്ല കോൺഗ്രസ്സുകാരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേരുന്ന കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വമ്പൻ ഒഴുക്കായിരിക്കും നമ്മൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുക. അതുകൊണ്ട് ദേശീയതയും ദേശവിരുദ്ധരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഭാരതം ഒപ്പം കേരളം മാറുകയാണ് എന്നാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
എന്തായാലും സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം കിട്ടാനില്ല എന്ന് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ ലോകത്താകമാനമുള്ള മലയാളികളായിക്കോട്ടെ, ഇനി ഭാരതീയർ ഒന്നടങ്കമായിക്കോട്ടെ, എല്ലാവരും കണ്ടതാണ് ചാനലുകളിലൂടെ കൃത്യമായിട്ടും ഇയാൾ ഭരണഘടനയെ പരിഹസിക്കുന്നതും അപഹസിക്കുന്നതും ചവിട്ടിമതിക്കുന്നത്. എന്നിട്ടും നമ്മുടെ കേരള പോലീസിനെ വെച്ചുകൊണ്ട് പിണറായി വിജയൻ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പ്രകാരം കോടതിയിൽ നിന്ന് ഓർഡർ വരുന്നു. അപ്പോൾ എത്രത്തോളമാണ് ഇവിടെ ഈ പറയുന്ന രാജ്യത്തെ, നമ്മുടെ ഭരണഘടനയെ പോലും അപഹസിച്ചുകൊണ്ട് ഇവിടെ അട്ടിമറികൾ സൃഷ്ടിക്കുന്നത് കോടതികളെ ഉപയോഗിച്ചുകൊണ്ടും പോലീസിനെ എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പറയുന്ന സജി ചെറിയാൻ രണ്ടാമത് ക്ലീൻ ചിറ്റ് നേടിയതിനു ശേഷം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്ന സമയത്ത് നമ്മുടെ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയോട് അതിലുള്ള അതൃപ്തി രേഖപ്പെടുത്തി എന്നുള്ളതൊക്കെ നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഏതൊരു കാലത്താണെങ്കിലും, കാലം കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും കാലം സത്യം തെളിയിക്കും, തെളിയിക്കപ്പെടാതെ എവിടെയും പോവില്ല എന്നുള്ളത് തന്നെ ആ രീതിയിൽ തന്നെ ഈ പറയുന്ന സജി ചെറിയാൻ 3 വർഷത്തിലധികം വരുന്ന ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അത് സുപ്രീം കോടതിയിലായി പോയാൽ പോലും നേടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായിട്ടും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ ഇവിടെ മാന്യ പ്രേക്ഷകരുമായി പങ്കുവെച്ചു എന്ന വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം ഈ സെഷൻ ഇവിടെ ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.